ചിന്തയ്ക്ക് വേണ്ടി അല്പസമയം നമ്മൾ ചിന്തയ്ക്കായി എടുക്കുന്ന സെഫനിയാവിന്റെ 3-ാം അധ്യായം. സെഫനിയാവിന്റെ പഴയ നിയമ പുസ്തകമാണ്, പഴയ നിയമ പ്രവചന പുസ്തകമാണ്. ഒടുവില് പഴയ നിയമത്തിന്റെ ഒടുവ് ഭാഗങ്ങളിലേക്ക് വരുമ്പം സെഫനിയായുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16 വാക്യം തൊട്ടിന്ന് ചിന്തയ്ക്ക് എടുക്കാം. ഇന്ന് 16-ാമത്തെ അതിനകത്ത് ചില വാക്യങ്ങൾ 16, 17 അങ്ങനെ ചില വാക്യങ്ങൾ എടുക്കാം. സെഫനിയ 3:16, സെഫനിയ chapter 3 verse number 16. On that day the announcement to Jerusalem will be, cheer up Zion, don't be afraid. എന്ന് വെച്ചാൽ സെഫനിയ chapter 3 verse number 16. അന്നാളിൽ അവർ യെരുസലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. ഭയപ്പെടല്, സിയോനോട് അധൈര്യപ്പെടല് എന്ന് പറയും. വേറൊരു ട്രാൻസ്ലേഷൻ, ഞാൻ NIV ട്രാൻസ്ലേഷനിൽ നിന്ന് ഈ 16-ാം തിരുവചനം ഒന്ന് വായിക്കാം. ഇങ്ങനെയാ കിടക്കുന്നത്. On that day they will say to Jerusalem, do not fear Zion, do not let your hands hang limp. അങ്ങനെയാ പറയുന്നത്. അപ്പൊ ഇവിടെ വചനം cheer up Zion, don't be afraid, അല്ലെ? നീ പ്രസാദിക്ക, സയോനെ നീ ഒന്ന് പ്രസാദിക്ക, നീ ഭയപ്പെടണ്ട. പക്ഷെ NIV ട്രാൻസ്ലേഷൻ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, നീ ഭയപ്പെടാതെ സിയോനെ, ഭയം കൊണ്ട് നിന്റെ കയ്യ് അനക്കമില്ലാതെ ചലനശേഷിയില്ലാതെ തളർന്ന് കിടക്കാതെ. കണ്ടോ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഭയം വരുമ്പോൾ, അധൈര്യം വരുമ്പോൾ കയ്യും കാലും ചലനം നിന്നു പോകും, അല്ലെ? ചിലപ്പോൾ ഭയങ്കര എന്തെങ്കിലും ഒരു വലിയൊരു ഭയക്കുന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നടന്നാല് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എത്ര ധൈര്യമുള്ളവരും ചിലപ്പോൾ ശബ്ദം പുറത്തു വരത്തില്ല, കയ്യും കാലും അനങ്ങത്തില്ല. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പം അവർക്ക് വെളിവൊക്കെ വീട് കഴിയുമ്പോൾ ആൾക്കാർ പറയും, അയ്യോ എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല, അയ്യോ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, ഭയന്നുപോയി, കയ്യും കാലും ഒക്കെ അങ്ങ് വിറച്ചുപോയി എന്നൊക്കെ പറയത്തില്ലേ? അത്ര ഭയങ്കര ഭയം വരുമ്പോ എന്തോ ചെയ്യണം. അപ്പൊ ആ വലിയ ഭയന്ന് നിൽക്കുന്ന സാഹചര്യം എന്തുമായി തീരുമെന്നൊക്കെ പറഞ്ഞ് കണ്ണും മിഴിച്ച് നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് വിളിച്ചു പറയാ, ദൈവത്തിന്റെ പ്രവചന ശബ്ദം വിളിച്ചു പറയാ, സിയോനെ നീ ഭയപ്പെടാതെ, സിയോനെ നീ ഒന്ന് ചിരിക്ക്, സിയോനെ നീ ഒന്ന് ആനന്ദിക്ക്, നിന്റെ ഭയം കൊണ്ട് നിനക്ക് ചലനശേഷി ഇല്ലാതായി പോയതുപോലെ നീ തീരാതെ നീ ഒന്ന് ധൈര്യപ്പെട്ടെ, എന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ധൈര്യപ്പെടുവേൻ. ഹല്ലേലൂയ. ഈ സാഹചര്യം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പം വറ്റി ഒന്നുമില്ലാത്ത അവസ്ഥയിലൊക്കെ വന്നായിരിക്കും നിൽക്കുന്നത്, ഒന്നും ഇനി മുൻപിലോട്ട് എന്താണ് വഴിയെന്ന് പോലും അറിയാതായിരിക്കും നിൽക്കുന്നത്. ചിലപ്പം ജീവിതത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എങ്ങൊന്നും ഒരു വാതിലില്ല, എങ്ങൊന്നും ഒരു രക്ഷയില്ല എന്നുള്ള വിധത്തിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഇന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നത്, ധൈര്യപ്പെട്, അല്ലെ? ഒന്ന് സന്തോഷിക്ക്. ആ ട്രാൻസ്ലേഷൻ ഇങ്ങനെ, NIV ട്രാൻസ്ലേഷൻ ഇങ്ങനെയാ പറഞ്ഞത്, ഡു നോട്ട് ലെറ്റ് യുവർ ഹാൻഡ്സ് ഹാങ് ലിംപ്. നിന്റെ കൈക്ക് ചലനശേഷി ഇല്ലാത്തതുപോലെ ഇരിക്കാതെ. ഇന്നത് പറഞ്ഞേ, എൻ്റെ അകത്തുനിന്ന് ഭയം നീങ്ങി. ഇന്ന് ഭയം ആരെങ്കിലെയൊക്കെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഭയത്തിന്റെ ആത്മാവ് ആരെങ്കിലെയൊക്കെ കീഴ്പ്പെടുത്തിയിരിപ്പുണ്ടെങ്കിൽ, സ്തോത്രം, ഇന്ന് ചിലപ്പോൾ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിനകത്ത് ആരെങ്കിലും ആയിരിക്കാം, ഭയം കയറിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി വചനം എടുത്തു പറഞ്ഞേ, ചിയർ അപ്പ്, ഹല്ലേലൂയ. എന്നൊന്ന് പറഞ്ഞേ, ചിയർ അപ്പ്, ഹല്ലേലൂയ. സന്തോഷിപ്പൻ, ധൈര്യപ്പെടുവൻ, ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് നോക്കിയാൽ ഗിദിയോന്റെ കുടുംബം മൊത്തം ഭയന്നായിരുന്നു. ഗിദിയോൻ മാത്രമല്ല, ഗിദിയോന്റെ ആ വംശവും കൂടെ പാർത്തവരും കൂടെ ജീവിച്ചവരും സകലരും ആ ദേശം മൊത്തം മിദ്യാനിയരെ ഭയന്ന് അവര് കേവ്സിനകത്ത്, ഗുഹകൾക്കകത്തൊക്കെ പോയി വസിച്ച് അവര് ഭയന്നാ ജീവിച്ചത്. പക്ഷെ ഗിദിയോനെ ദൈവത്തിന് ഉപയോഗിക്കേണ്ടത് കൊണ്ട് ഗിദിയോനോട് ദൈവം പറഞ്ഞത്, ഹേ പരാക്രമശാലി എന്ന് വിളിച്ചു, അല്ലെ? ധൈര്യമുള്ളവൻ, പരാക്രമശാലി, യുദ്ധവീരനായവനെ എന്നൊക്കെ പറഞ്ഞ അവനെ വിളിച്ച് ബലപ്പെടുത്തിയത്. ഇന്ന് ആരൊക്കെ ഭയന്നിരിക്കുന്നിടത്ത്, ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനെ നോക്കി കണ്ണും മിഴിച്ചിരിക്കുവാണോ, ഇനി എന്ത് ചെയ്യും കർത്താവേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്ന് കർത്താവ് പറയാ, ചിയർ അപ്പ്, അല്ലേ? ഇതൊന്ന് വിളിച്ചു പറഞ്ഞേ, ചിയർ അപ്പ്. ബാക്കി ഒന്ന് മലയാളത്തിൽ വായിച്ചു, അതിന്റെ 16.
അന്നാളിൽ അവൻ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സീയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. അധൈര്യപ്പെടരുത്. ഹല്ലിയ. ഇന്ന് അധൈര്യമുള്ളവരായി തീരില്ല. പക്ഷെ ചിയർ അപ്പ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന ചിയർ അപ്പ് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കുക, ചിരിക്കുക, അങ്ങ് പ്രസാദിക്കുക. ആ ഭയമൊക്കെ അങ്ങ് മാറി, നിരാശയെല്ലാം മാറി, ആ വിഷയം അങ്ങോട്ട് മാറുമ്പോൾ എങ്ങനെയായിരിക്കും? വലിയ വിഷയമൊക്കെ ഫേസ് ചെയ്യുന്നവർ ആ വലിയ വിഷയം അങ്ങോട്ട് മാറുമ്പോൾ എങ്ങനെയായിരിക്കും? ഇങ്ങൊന്നുമില്ലാത്തൊരു ആഹ്ലാദം, അല്ലെ? ആഹ്ലാദിക്കാനെന്നാ പറയുന്നത് വചനം. ഇവിടെ നമ്മൾ നോക്കിയാൽ പറഞ്ഞ സിയോനെ നീ ആഹ്ലാദിക്ക്, നിന്റെ ഭയം വിട്ടുമാറട്ടെ, നിന്റെ ആ നിരാശ അങ്ങ് മാറട്ടെ. നിന്റെ ആ ഭയം കൊണ്ടും നിരാശ കൊണ്ടും നിന്റെ കയ്യും കാലും അനക്കമില്ലാതിരുന്നില്ലേ? ഇനി അതൊക്കെ ഒന്ന് അനങ്ങട്ടെ. ഹാലലൂയ, കർത്താവിന് മഹത്വം. എന്നിട്ട് എന്താണ് അതിന്റെ കാരണം പറയുന്നത്? 17-ാം തിരുവചനം, വേഴ്സ് നമ്പർ 17, സെഫനയ 3:17 ഇങ്ങനെ പറയുന്നു: For the Lord your God is living among you. He is a mighty Savior. He will take delight in you with gladness. With his love, he will calm all your fears. He will rejoice over you with joyful songs. അപ്പം ധൈര്യപ്പെടാനായിട്ട് പറയുന്നതിന്റെ കാരണമുണ്ട്. ആ കാരണം ഒന്ന് വായിച്ചേ. 17. നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്നെ മധ്യേ ഇരിക്കുന്നു. ആ അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്താൽ അവൻ ആശ്വസിപ്പിക്കും. ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. ആമേൻ, സ്തോത്രം. അപ്പം കുറെ വാക്യങ്ങൾ ഇവിടെ പറയുക, അല്ലേ? എന്താ പറയുന്നേ? നീ എന്താ ധൈര്യമുള്ളവനായിരിക്കാൻ പറയുന്നേ? നീ എന്താ ആഹ്ലാദിക്കാൻ പറയുന്നേ? പറയാൻ കാരണമുണ്ട്. നിന്റെ സർവശക്തനായ ദൈവം നിന്റെ മധ്യേ വസിക്കുന്നു. ഹാലിയ. ഇന്നൊന്ന് പറഞ്ഞേ, എന്റെ വീടിന്റെ അകത്ത് കർത്താവ് വസിക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് വസിക്കുന്നു. എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം വസിക്കുന്നു. എൻ്റെ രാജ്യത്തിൽ ദൈവം വസിക്കുന്നു. ഞാൻ ജീവിക്കുന്ന പട്ടണത്തിൽ ദൈവം വസിക്കുന്നു. ഞാൻ പോകുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നടുവിൽ ദൈവം വസിക്കുന്നു. ഹാലലൂയ, സ്തോത്രം. കർത്താവിന് മഹത്വം. നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം വസിക്കുന്നു, അല്ലേ? കർത്താവിന്റെ വചനം പറയാ, For the Lord your God is living among you. നിങ്ങളുടെ നടുവിൽ നിങ്ങളുടെ ദൈവം വസിക്കുന്നു. എങ്ങനെയാ വസിക്കുന്നത്? ഉറക്കം തൂങ്ങിയല്ല കർത്താവ് വസിക്കുന്നേ. താടിക്ക് കൈ കൊടുത്തിട്ട് നിങ്ങളെക്കാട്ടിലും വിഷയത്തോടെ അല്ല കർത്താവ് ഇരിക്കുന്നത്. നോ നോ നോ. എൻ്റെ കർത്താവ് ഇരിക്കുന്നത് ഹല്ലിയ യുദ്ധവീരനായി, നിങ്ങളെ രക്ഷിക്കാൻ ശക്തനായി, നിങ്ങളെ വിടുവിക്കാൻ ശക്തനായി. ഹല്ലിയ. എന്നൊരു വചനോട് പറഞ്ഞ ഹി വിൽ ടേക്ക് ഡിലൈറ്റ് ഇൻ യു വിത്ത് ഗ്ലാഡ്നെസ്. നമ്മളെ നോക്കിയിട്ട് നീ കൊള്ളാത്തവനാണെന്നല്ല കർത്താവ് പറയുന്നത്. അയ്യോ നിന്നെ കൊണ്ട് എന്തോ ഇനി കഴിയും എന്നല്ല ദൈവം പറയുന്നത്. നീ ഇത്രയും ശ്രമിച്ചിട്ടും തോറ്റില്ലേ? മറ്റുള്ളവരെയൊക്കെ നോക്കിക്കേ, നിന്നെക്കാട്ടിലും വേഗത്തിൽ കയറി അവരൊക്കെ മുന്നോട്ട് പോയില്ലേ? നോ, കർത്താവ് അങ്ങനെ നമ്മളെ നോക്കി പറയത്തില്ല. ചിലപ്പം വീട്ടിനകത്തൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും. ഭാര്യ പറഞ്ഞു കാണും, ഭർത്താവ് പറഞ്ഞു കാണും, മക്കള് പറഞ്ഞു കാണും, അച്ഛനമ്മ പറഞ്ഞു കാണും, നോക്കിയിട്ട് പറഞ്ഞു കാണും എന്തോ ഇനി കൊള്ളിക്കും എന്ന് പറഞ്ഞു കാണും. ഇത്രയും തീരുമാനങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ശരിയായോ എന്ന് ചോദിച്ചു കാണും. പക്ഷെ എൻ്റെ ദൈവം ഒരിക്കലും അങ്ങനെ പറയത്തില്ല. സ്തോത്രം. നമ്മളുടെ മുഖം ഒന്ന് വാടിയാൽ ആ വാടിയ മുഖത്തിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ബന്ധപ്പെടുന്ന ഒരു നല്ല കർത്താവാ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് നമ്മുടെ ജീവിതത്തിനകത്ത് എത്ര വിഷയം വന്നാലും താടിക്ക് കൈ കൊടുത്തിട്ട് എങ്ങനെ നിന്നെ വിടുവിക്കും എന്ന് പറഞ്ഞ് കർത്താവ് തലയും ചൊറിഞ്ഞുകൊണ്ടിരിക്കത്തില്ല. കർത്താവിന്റെ നല്ല വചനം പറയുന്നു, ഹല്ലിയ, നമ്മളിൽ സന്തോഷിക്കുക ദൈവം. നമ്മൾ എത്ര പ്രതിസന്ധിയുടെ നടുവിലാ കിടക്കുന്നെങ്കിലും ദൈവം നമ്മളെ നോക്കിയിട്ട് സന്തോഷിക്കുക. ഹല്ലിയ. നമ്മൾ പ്രതിസന്ധിയിൽ പെട്ടുകിടക്കുന്നത് കണ്ട് സന്തോഷിക്കുവല്ല, നമ്മൾ ആ ബദ്ധപ്പാടിനകത്തൂടെ പുറത്തിറങ്ങുന്ന നമ്മുടെ ധൈര്യത്തെ നോക്കി കർത്താവ് സന്തോഷിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നതിന്റെ വിഷയമെല്ലാം പരിപൂർണമായി മാറ്റി കർത്താവ് മാറ്റും. അല്ലേ? പക്ഷെ നമ്മൾ ദൈവവുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അവർക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ റോഡിന്റെ നടുവിൽ അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ അവർക്കൊരു കാര്യം സാധിക്കണം, ആ റോഡിന്റെ നടുവിൽ അവരിരിക്കും, അല്ലെ? ചില വാശിയുള്ള പിള്ളേരെയൊക്കെ കാണണം. അയ്യോ, ചില വാശിയുള്ള പിള്ളേരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട വിധത്തിലൊന്നും നടന്നില്ലെങ്കിൽ അവർ നടന്നു പോകുന്നിടത്ത് എവിടാണോ വഴക്കിട്ടത് എവിടാണോ അവിടെ അവരങ്ങിരിക്കും. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ കമന്നടിച്ച് അവിടെ അങ്ങ് കിടക്കും. എത്ര എടുക്കാൻ ചെന്നാലും എടുക്കാൻ പോലും അവർ സമ്മതിക്കത്തില്ല. അവർ ബലം പിടിച്ച് അങ്ങനെ
അങ്ങനെ അവിടെ അങ്ങ് ഇരിക്കും. ഇന്ന് വീണ് കിടക്കുന്നിടത്ത് വീണ് കിടന്ന് ബലം പിടിച്ച് അവിടെ ഇരിക്കുവാണോ? എന്നാൽ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ നമ്മളൊന്ന് വിട്ടുകൊടുക്കാമോ? ഒന്നൊരല്പം ഒന്ന് അയഞ്ഞൊന്ന് ദൈവത്തിന് കൊടുക്കാമോ? അല്ലെ, ഈ യുദ്ധവീരനായ ദൈവത്തിനെ കുറിച്ച് പറയുക, ഹി വിൽ ടേക്ക് ഡിലൈറ്റ് ഇൻ യു വിത്ത് ഗ്ലാഡ്നെസ്. അവൻ നമ്മളിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. അവന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ സകല ഭയത്തെ മാറ്റും. ഭയന്ന് പരിഭ്രമിച്ച ഗിദിയോൻ നിന്നത്. അവന് മാത്രമേ ധൈര്യമുള്ളായിരുന്നു. അവന്റെ വംശത്തിനകത്തുനിന്ന് ഇറങ്ങി വന്ന്, ഗുഹയ്ക്കകത്തുനിന്ന് ഇറങ്ങി വന്ന്, അവന്റെ അപ്പന്റെ ആ മില്ലിനകത്ത് നിന്ന് എന്തെങ്കിലും ഇച്ചിരി ആ ഗോതമ്പൊക്കെ ഒന്ന് ചക്കയിലിട്ട്, എന്തോ ചക്കയായിരുന്നു, വീഞ്ഞ് എടുക്കുന്ന ചക്കയായിരുന്നു അല്ലെ, അതിനകത്തിട്ട് ഗോതമ്പ് ആട്ടാനായിട്ട് അവന് മാത്രമേ ധൈര്യമുള്ളായിരുന്നു. അവനൊന്ന് ഇറങ്ങി വന്നു. പക്ഷെ ദൈവം അവനെ നോക്കി അങ്ങ് പ്രസാദിച്ചു. ദൈവം അവനെ നോക്കി അങ്ങ് സന്തോഷിച്ചു. അവന്റെ ഭയത്തിനെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ഇല്ലാതാക്കി. നമ്മൾ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഗിദിയോൻ ഒരുപാട് ദൈവത്തിനെ പരീക്ഷിക്കുന്നുണ്ട്. ഗിദിയോൻ പറയുന്നുണ്ട്, നീ ദൈവമാണെങ്കിൽ, ദൈവം എന്നെ വിളിച്ചെങ്കിൽ മഞ്ഞില്ലാതെ ഈ തുണിയൊന്ന് നനച്ചേ, ഈ മഞ്ഞുണ്ടെങ്കിലും ഈ തുണി ഒന്ന് ഉണക്കിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. പക്ഷെ എന്നിട്ടും ദൈവം എന്താ ചെയ്തത്? ദൈവം അവിടെ അവനെ ദൈവത്തിന്റെ ആ സ്നേഹം കൊണ്ട് സമാധാനിപ്പിക്കുക, തലോടുക. ഹല്ലേലൂയ. ആ വിഷയത്തിന്റെ നടുവിലൊക്കെ അവന്റെ കൂടെ നിൽക്കുക. പത്രോസിനകത്ത് ഒരുപക്ഷെ ഭയവും നിരാശയും ഒക്കെ കേറിയിട്ടായിരിക്കും പലതും ചെയ്തത്. പക്ഷെ കണ്ടോ, യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭയവും നിരാശയും ഒക്കെ നിറഞ്ഞ് പത്രോസിനെ യേശു തള്ളിക്കളയുവല്ല. മനുഷ്യരാണെങ്കിൽ പറഞ്ഞേനെ, പിന്നോക്കത്തിൽ പോയവൻ, കാല് മാറുന്നവന്, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷെ കർത്താവ് കണ്ട് നമുക്കൊക്കെ പാഠമായതൊക്കെ. നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്കകത്തും സമൂഹത്തിനകത്തും ജോലി സ്ഥലത്തും കൂട്ടായ്മകൾക്കകത്തും രാജ്യത്തിനകത്തും ഒക്കെ ജീവിക്കാനായിട്ടുള്ള ഉള്ള ബോധ്യം നമുക്ക് തരുന്ന വാക്യങ്ങൾ അതൊക്കെ. യോഹന്നാൻ 21 പഠിക്കുമ്പോൾ അതിനകത്ത് യേശു കർത്താവ് വന്നിട്ട്, യേശു കർത്താവ് ഈ ഭയത്തിലും നിരാശയിലും സങ്കടത്തിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ ജീവിതത്തിനകത്ത് എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പത്രോസിനെ നോക്കിയിട്ട്, എന്തോ ഇനി കൊള്ളിക്കുക, എൻ്റെ അകത്ത് നിന്നെ കുറിച്ച് വലിയ സ്വപ്നമായിരുന്നു, ഇതൊന്നും നീ ഫലിച്ചില്ലല്ലോ എന്നൊന്നും പറയുന്നില്ല. യേശു കർത്താവ് അവിടെ വന്നിട്ട് ആ ഭക്ഷണവും കൊടുത്ത് മാറോട് ചേർത്ത് വെച്ച് മറ്റുള്ളവരെ കാട്ടിലും അധികം മറ്റുള്ളവർക്ക് കുശുമ്പ് തോന്നിക്കാണും. ഉറപ്പായിട്ടും അതെ. മറ്റുള്ളവർ ഇരുന്നവർക്കൊക്കെ ഓർത്ത് കാണും, എങ്കിലും കൊള്ളാമല്ലോ, പിന്നോക്കത്തിൽ പോയനെ ഞങ്ങളെയൊക്കെ മീൻ പിടിക്കാൻ വീണ്ടും തിരിച്ചു കൊണ്ടുപോയവന്റെ അടുത്ത് കണ്ടോ യേശു കർത്താവ് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അവര് നോക്കുമ്പോൾ കാത് കടിച്ചു പറിച്ച് സ്നേഹിച്ച് ചിരിച്ച് തലോടി തോളത്തൊക്കെ കൈയിട്ട് യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുക, എങ്കിലും പത്രോസേ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അങ്ങ് ചോദിക്കുക അല്ലെ. പിന്നെയും കണ്ണിനകത്തോട്ടൊക്കെ നോക്കി സ്നേഹത്തോടെ ഇരുന്ന് അങ്ങ് ചോദിക്കുക, അല്ല പത്രോസേ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? എന്താ, നിന്നെ കുത്തുവല്ല, പക്ഷെ നിന്നോട് പറയുക, എനിക്ക് നിന്നെ പിരിഞ്ഞിട്ട് ഇരിക്കാൻ വയ്യ, എനിക്ക് നിന്നെ കൂടാതെ എനിക്ക് പറ്റത്തില്ല എന്ന് കർത്താവ് പറയും. എന്ന് കർത്താവ് അത് തന്നെ പറയുക. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല എന്ന് യേശു പറയുക. നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ സ്വപ്നം ഒന്നും ഇല്ല എന്ന് കർത്താവ് പറയുക. ഇന്ന് സെഫനിയായ്ക്കകത്ത് അത് തന്നെയാ പറയുന്നേ. ഹി വിൽ ടേക്ക് ഡിലൈറ്റ് ഇൻ യു വിത്ത് ഗ്ലാഡ്നെസ്. അവൻ സന്തോഷത്തോടെ നിന്നിൽ ആസ്വദിക്കും എന്നാ അതിൻ്റെ ആ ഒരു മലയാളത്തിൽ തന്നെ ഞാൻ എൻ്റെ ബൈബിളിൽ കിടക്കുന്ന വാക്യം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ. അല്ലേ, എന്നിട്ട് പറയാ, വിത്ത് ഹിസ് ലവ് ഹി വിൽ കാം ഓൾ യുവർ ഫിയേഴ്സ്. അവന്റെ സ്നേഹം കൊണ്ട് നിന്റെ ഭയത്തെ നിരാശയെ അവൻ മിണ്ടാതാക്കും. കുഞ്ഞുങ്ങളൊക്കെ ഭയന്നിരിക്കുമ്പം കുഞ്ഞുങ്ങളുടെ തലയിലോട്ട് കയറി ഇരുന്നിട്ട് ഹോ 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 എന്ന് പറഞ്ഞ് ബഹളം വെക്കുവോ നമ്മൾ ആരെങ്കിലും? ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അപ്പനും അമ്മയും ഒക്കെയാ. കുഞ്ഞുങ്ങളൊക്കെ ഭയന്ന് എന്തുവാ, എനിക്ക് ചില കുഞ്ഞുങ്ങൾക്ക് എക്സാം എഴുതാൻ പേടിയാ. അവരെ അങ്ങോട്ട് ശാസിച്ച്, അയ്യോ അങ്ങനെയൊക്കെ ശാസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്. കുഞ്ഞുങ്ങളും വലിയവരും ചിലപ്പോൾ ആയിരിക്കും ഭയത്തോടെയൊക്കെ ഇരിക്കുന്നതിന്റെ പുറത്തോട്ട് അങ്ങോട്ട് അവരെ ബാക്കിയും കൂടെ ഭയപ്പെടുത്തി നിരാശപ്പെടുത്തി അവരെ കൊള്ളാത്തവരാക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ മാനസാന്തരപ്പെട്ടിട്ട് പറയണം, കർത്താവേ, എനിക്ക് നിന്നെ പോലെ ഒന്ന് ആകണം എന്ന് പറഞ്ഞ് ആ ഭയൊന്നും വെപ്രാളപ്പെട്ടും
ധൈര്യമില്ലാതെ ഒക്കെ ഇരിക്കുന്ന കുഞ്ഞിന്റെ ഒക്കെ അടുത്ത് ചെന്ന് നിന്നെ കൊണ്ട് അല്ലേലും എന്തിനു കൊള്ളിക്കും, കണ്ട അയലൊക്കത്തെ വീട്ടിലെ കൊച്ച് നിന്റെ കൂട്ടുകാരിയെ കണ്ട് ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെയാണോ ചെന്ന് പറയുന്നത്. അങ്ങനെ ആ പറയുന്നെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെടുന്നു. ഹല്ലിയ. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഒക്കെ അധൈര്യത്തിൽ ഇരിക്കുവാണെങ്കിൽ അവരോട് ചെന്നിട്ട് ചെവിക്കകത്ത് ഇങ്ങനെ അവർക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന വിധത്തിലൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിഷയങ്ങളൊക്കെ അവരോട് അങ്ങ് പറഞ്ഞ് അല്ലേലും എന്തിനു കൊള്ളും, അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേലും ജീവിതത്തിന് അത് വലിയ വിഷയം എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് നാവിനെ കർത്താവ് എടുത്ത് മാറ്റിട്ട് യേശുവിന്റെ വചനം പറയുക, ഹല്ലിയ, വിത്ത് ഹിസ് ലവ് ഹി വിൽ കാം ഓൾ യുവർ ഫിയേഴ്സ്. നമ്മുടെ ഭയം എന്നൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരുടെ തലയിൽ കയറി ഇരിക്കുവാണോ? അല്ല, അവരെ അങ്ങോട്ട് താലോലിച്ച് ഓമനിച്ച് അവർ പ്രത്യേകിച്ച് കുഞ്ഞായിരിക്കുമ്പോൾ ഒക്കെ അവരുടെ തലമുടിയൊക്കെ ഒന്ന് തലയിലൊക്കെ ഒന്ന് തടവി അവരുടെ കവിളയിലൊക്കെ ഒന്ന് തടവി അവരെ ഒന്ന് ചേർത്തൊന്ന് പിടിച്ച് കൈയൊക്കെ തടവി, സാരമില്ല മോനെ, സാരമില്ല കുഞ്ഞെ, ഞാനുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ പറയത്തില്ലേ. ഇത് കർത്താവ് പറയാ, നിങ്ങൾ എത്ര പ്രായമായെങ്കിലും കർത്താവ് ഇങ്ങനെ ഇടപെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? ഇതൊന്ന് പറഞ്ഞേ, എനിക്ക് യേശുവിനെ പോലെ ആകണമെന്നൊന്ന് പറഞ്ഞേ. സ്തോത്രം. കർത്താവിന്റെ വചനം പറയാ, നിങ്ങൾ എത്ര ഭയമുള്ള വിഷയത്തിനകത്താണെങ്കിലും എത്ര നിരാശ പിടിച്ച വിഷയത്തിനകത്താണെങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നാളെ കർത്താവ് എന്തോ ആയി തീരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ നടുവിലാണെങ്കിലും എൻ്റെ ദൈവത്തിന്റെ വചനം പറയാ, നിങ്ങളെ സ്നേഹത്തോടെ നിങ്ങളെ തലോടി താലോലിച്ച് നിങ്ങളുടെ ഭയവും നിരാശയും എല്ലാം ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഹല്ലിയ. അല്ലാതെ അതിന്റെ നടുവിൽ വന്ന് നീ 3 ദിവസം ഉപവസിച്ചാല് നിന്റെ ഈ വിഷയം മാറത്തുള്ളെന്ന് വെച്ചാല് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് കട്ടപ്പുകയായി പോകും നിങ്ങളുടെ വിശ്വാസം. സ്തോത്രം. ഇന്ന് ആരെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ കേട്ട് എന്തോ ആയി, ഞാൻ 3 ദിവസം പട്ടിണി കിടക്കണമല്ലോ, എനിക്ക് പട്ടിണി കിടന്നില്ലെങ്കിൽ നേരെ ആവത്തില്ലല്ലോ, എന്റെ പരിശ്രമം കാരണം നിങ്ങളുടെ ഒരു വിഷയവും മാറത്തില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമം കാരണം നിങ്ങളുടെ ഒരു വിഷയവും മാറത്തില്ല. പക്ഷെ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, ഞാൻ കർത്താവിന്റെ അളവില്ലാത്ത സ്നേഹത്തിന്റെ അകത്ത് എന്നെ തലോടി താലോലിക്കുന്ന സ്നേഹത്തിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. ആ വിഷയങ്ങളെ പിന്നെ പൊടിയിട്ട് നോക്കിയാൽ പോലും ആ പ്രദേശത്ത് കാണത്തില്ല. സ്തോത്രം. ആ 17-ാം തിരുവചനം ഒന്നും കൂടെ ഒന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം ഓ സന്തോഷിക്കും. ഹല്ലേലൂയ. എന്നൊന്ന് പറഞ്ഞേ, ദൈവം എന്നിൽ അത്യന്തമായി സന്തോഷിക്കുക. ഹല്ലേലൂയ. God is pleased with me. God is delighted in me. ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാ. എന്നെ നോക്കിയിട്ട് ദൈവത്തിന് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഹല്ലേലൂയ. ഇന്ന് സകല കുറ്റങ്ങളും കുറവുകളും മാറ്റുന്ന കർത്താവ് നമ്മള് യേശുവിന് വിട്ടുകൊടുത്താൽ മതി. ഹല്ലേലൂയ. നമ്മളിൽ ആനന്ദിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. എന്നൊരു വാക്യം വായിച്ചേ. തന്റെ സ്നേഹത്താൽ അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. With his love he will calm all our fears. അവന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഭയത്തെയും നമ്മുടെ നിരാശയും അവൻ ആശ്വസിപ്പിച്ചിട്ട് എന്നിട്ട് അവന്റെ ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. നമ്മളെ നോക്കിയിട്ട് ഒരു മണവാളൻ മണവാട്ടിയെ നോക്കി പാട്ടൊക്കെ പാടത്തില്ലേ, അങ്ങനെ പാട്ടൊക്കെ പാടുവാണെന്ന് നമ്മളെ നോക്കി. ഓ എത്ര സന്തോഷം. ഇന്ന് കൂട്ടുകാരോടും അയൽവക്കക്കാരോടും ഇന്ന് ആരെങ്കിലോടും ഒക്കെ കാണുമ്പോൾ അവരുടെ സാക്ഷ്യം പറയണം, കർത്താവ് എന്നെ നോക്കിയിട്ട് പാട്ട് പാടുവാന്ന്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടോ വിശ്വാസത്തിനകത്ത് എവിടോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് തന്നെ നോക്കിയിട്ട് ഇന്ന് തന്നെത്താനെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി നിന്നിട്ട് അല്ലെങ്കിൽ തന്നെത്താനെ ചെവി കേൾക്കുന്ന വണ്ണം പറയണം, കർത്താവ് എന്നെ നോക്കി ഓമന പാട്ടൊക്കെ പാടുക, കർത്താവ് എന്നെ നോക്കി സ്നേഹത്തിന്റെ ഗീതങ്ങൾ പാടുക, കർത്താവ് എന്നെ നോക്കി എന്നെ നോക്കിയിട്ട് പറയുക, നീ കുഞ്ഞെ നീ എത്ര നല്ലതാണ്. ഇന്ന് വേറെ ആരും നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നില്ലെങ്കിൽ സ്വർഗം പറയുന്നുണ്ടെന്നേ. സ്വർഗം പറയുന്നുണ്ട്, നീ കൊള്ളാം. ഹല്ലേലൂയ. സ്വർഗം വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസ് ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്നതിനപ്പുറം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് നിന്നെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല പത്രോസേ, എനിക്ക് നിന്നെ അങ്ങ് ഭയങ്കര ഇഷ്ടമാ. നീ വീട് കാണും, നീ കുറ്റം പറഞ്ഞു കാണും, നീ തള്ളിക്കളഞ്ഞു കാണും, നീ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് നീ തെറ്റായ വഴിയിൽ നീ പോയി കാണും, പക്ഷെ എനിക്ക് നിന്നെ വിട്ടുപിരിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ മാറത്ത് കിടന്ന് യോഹന്നാന്റെ കയ്യിലല്ല വലിയ ശുശ്രൂഷ ഏൽപ്പിക്കുന്നേ,
പിന്നോക്കത്തിൽ പോയ നിന്നെ എനിക്ക് വേണം പത്രോസെ. നിന്റെ കയ്യില ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നേ, നിന്റെ മേല സഭയെ ഞാൻ പണിയാൻ പോകുന്നേ. നീ ഇറങ്ങി നിന്നാലേ അവിടെ മാനസാന്തരങ്ങൾ നടക്കത്തുള്ളൂ. എനിക്കറിയാം നിന്റെ പൊട്ടൻഷ്യൽ, എനിക്കറിയാം. കർത്താവ് പറയാ, ഇന്ന് ആരോടൊക്കെ ദൈവം പറയാ, നിന്റെ അകത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ കർത്താവിനറിയാം. ഹി നോസ് ദ പോസിബിലിറ്റീസ് ദാറ്റ് ആർ ഇൻസൈഡ് യു. നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു കാണും, എന്തോ ഇനി കൊള്ളിക്കുമെന്ന് പറഞ്ഞു കാണും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ആരെങ്കിലെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു കാണും, ഓ ഇവരെ കൊണ്ട് ഇത്രയൊക്കെ കഴിവുള്ളൂ. ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞു കാണും മക്കളെയൊക്കെ നോക്കിയിട്ട്, ഓ ഇതുങ്ങളോ പഠിക്കാത്ത അപ്പന്റെയും അമ്മയുടെയും മക്കളാ, ഇതുങ്ങളും പഠിക്കത്തൊന്നുമില്ല, ഇതുങ്ങളോ ഓ അപ്പനും അമ്മയും വലിയ കടത്തിൽ കയറി മുങ്ങിപ്പോയവരാ, ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ ദൈവം നിങ്ങളെ നോക്കിയിട്ട് പറയാ, യു ഹാവ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് യു, യു ഹാവ് ദ പോസിബിലിറ്റീസ് ഓഫ് ഹെവൻ റിസൈഡിങ് ഇൻസൈഡ് യു. നിങ്ങളുടെ അകത്ത് സ്വർഗത്തിലെ സകല സാധ്യതകളും കിടപ്പുണ്ട്. ഇതൊന്ന് വിളിച്ചു പറഞ്ഞ്, എൻ്റെ അകത്ത് സകല സാധ്യതകളും കിടപ്പുണ്ട്. ദൈവത്തിന്റെ സാധ്യതകൾ നിങ്ങളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് അകത്ത് വസിക്കുന്നു എന്ന് ഉറപ്പും ധൈര്യം ഉള്ളവരോട് ഞാൻ പറയട്ടെ, സ്വർഗത്തിന്റെ സകല സാധ്യതകളും നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയാ, ഹി വിൽ റിജോയ്സ് ഓവർ യു വിത്ത് ജോയ്ഫുൾ സോങ്സ്. നിങ്ങളെ നോക്കിയിട്ട് കർത്താവ് ആനന്ദിക്കും, സന്തോഷിക്കും. ഹല്ലേലൂയ. എന്നിട്ട് 20-ാം വാക്യം, വേഴ്സ് നമ്പർ 20, സെഫനയ 3:20 പറയാ, ഓൺ ദാറ്റ് ഡേ ഐ വിൽ ഗ്യാദർ യു. അതിന്റെ അടുത്ത ഒരു വാക്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, ഐ വിൽ ഗിവ് യു എ ഗുഡ് നെയിം, a name of distinction among all the nations of the earth, as I restore your fortunes before their very eyes. I, the Lord, have spoken. യഹോവയായ ദൈവം അരുളി ചെയ്യുക. എന്താ അരുളി ചെയ്ത ആ വാക്യം? ഞാൻ നിനക്കൊരു നല്ല പേര് തരും. ആ വാക്യം അത് മലയാളത്തിൽ വായിച്ച്. 20. ആ കാലത്ത് ഞാൻ നിങ്ങളെ കൂട്ടി വരുത്തുകയും. അതിന്റെ അടുത്ത വാക്യം, ഞാൻ നിങ്ങൾക്കൊരു നല്ല പേര് തരും. ഐ വിൽ ഗിവ് യു എ ഗുഡ് നെയിം. ഞാൻ നിങ്ങൾക്കൊരു നല്ല പേര് തരും. പ്രവാസികളെ മടത്തി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിക്കും പ്രശംസയുമാക്കി തീർക്കുമെന്നും യഹോവ അരുളിച്ചെയ്യുന്നു. സ്തോത്രം എന്ന് പറഞ്ഞ് എന്റെ പേര് വലുതാകും. ഹല്ലേലൂയ. എന്നൊന്ന് വിളിച്ചു പറ, എന്റെ പേര് വലുതാകും, എന്റെ പേര് പ്രശസ്തിയുള്ളതാകും, മറ്റുള്ളവരെ അറിയും എന്നെ കുറിച്ച്. ഹല്ലേലൂയ. നല്ല വാർത്തകൾ എന്നെ കുറിച്ച് അറിയും, നല്ല കാര്യങ്ങൾ എന്നെ കുറിച്ച് കേൾക്കും. ഞാൻ പേരും പ്രശസ്തിയും ഉള്ള ഒരു വ്യക്തിയായി തീരും. അയ്യോ, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ മൊത്തം ക്രിസ്തുയേശുവിലൂടെ എനിക്കുള്ളതാ. അബ്രഹാമിനോട് എന്താ ദൈവം പറഞ്ഞേ? ഞാൻ നിന്നെ വലുതാക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, മറ്റുള്ളവർ നിന്നെ അറിയും. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ വചനം പറയാ, ഞാൻ നിന്നെ ഓമനിച്ച് താലോലിച്ച്, ഞാൻ നിന്നെ സ്നേഹിച്ച്, നിന്റെ ഭയത്തെയും നിരാശയും സകലതിനെയും മാറ്റി നിന്റെ പേര് ഞാൻ വലുതാക്കും. മറ്റുള്ളവര് ഹല്ലേലൂയ നിന്നെ അറിയും. മറ്റുള്ളവർക്ക് ഒരു വിഷയം വന്നാൽ, ഒരു ഭാരം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ, ഒരു അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓടി വരും. അവർ പറയും, ഇന്ന ആളുടെ അടുത്ത് പോയാൽ അവര് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയും, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെനിക്ക് നല്ല ഉപദേശം തരും, അവരെനിക്ക് നല്ല വഴി പറഞ്ഞു തരും. അവരുടെ അകത്ത് ജ്ഞാനമുണ്ട്, അവരുടെ അകത്ത് അറിവുണ്ട്, അവർക്ക് ഒരുപാട് കഴിവുണ്ട്. സ്തോത്രം. ഇന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ പേര് കേൾക്കുന്ന ഒരു നല്ല പേര് കേൾക്കുന്ന ഒരു വ്യക്തിയായി തീരും. കർത്താവിൽ ഞാൻ അറിയപ്പെടും. ഇന്ന് മക്കളെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞേ, കർത്താവിൽ ഇവരെ അറിയപ്പെടും. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ അറിയപ്പെടുന്ന വ്യക്തിയായി തീരും. ഞാൻ കർത്താവിൽ ലോകത്തിൽ ഉന്നത വ്യക്തിയും പ്രശസ്തയായ ഒരു വ്യക്തിയുമായി തീരും. അവനവനെ തന്നെ നോക്കി പറയണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പിന്നെന്താ പറയാതിരിക്കുന്നേ? എന്ന് പറയാ, ഞാൻ നിനക്കൊരു നല്ല പേര് തരും, മറ്റുള്ളവരുടെ ഇടയിൽ തിരിച്ചറിയുന്ന ഒരു പേര് തരും. എന്നിട്ട് പറയാ, ആസ് ഐ റിസ്റ്റോർ യുവർ ഫോർച്യൂൺസ് ബിഫോർ ദെയർ വെരി ഐസ്. നിങ്ങളെ തള്ളിക്കളഞ്ഞില്ലേ, നിങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവരെ കൊണ്ട് എന്തേലും കൊള്ളിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ നടുവിൽ നിങ്ങൾക്ക് സകലതും മടക്കി തരുന്ന ഒരു കാലം വന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവം ഒരുവന്റെ മേൽ പ്രസാദിച്ചാൽ, ഹല്ലേലൂയ, കർത്താവ് ഒരുവന് അനുകൂലമായി നിന്നാൽ പിന്നെ ആർക്കാ പ്രതികൂലമായി നിൽക്കാൻ സാധിക്കുന്നത്? എന്റെ ദൈവവും ഞാനും കൂടെ ചേരുമ്പോൾ നമ്മളൊരു സൂപ്പർ പവർ ആവുക. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ദൈവം നമ്മളുടെ ഒക്കെ സാധാരണ മനുഷ്യരുമായിട്ട് ചേരുമ്പോൾ നമ്മൾ സാധാരണക്കാരല്ല, പിന്നെ നമ്മൾ അസാധാരണക്കാരാ. ഹല്ലേലൂയ. വി ആർ സൂപ്പർ നാച്ചുറൽ. കർത്താവ് നമ്മളെ നോക്കിയിട്ട് ഹല്ലേലൂയ ഓമനിച്ച് താലോലിച്ച് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് പറയാ, ഹല്ലേലൂയ, നമ്മളോട് ഇത്രയധികം സ്നേഹമാ, നമ്മളെ ഇത്ര വലുതാക്കും, നമ്മളെ കീർത്തി കേൾപ്പിക്കും. ഹല്ലേലൂയ. വാട്ട് എ വണ്ടർഫുൾ ഗോഡ് വി സെർവ്. കർത്താവിനെ മഹത്വം
മഹത്വം. ഇന്ന് ഈ വാക്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഹല്ലേലൂയ തന്നെ വിളിച്ചു പറഞ്ഞ്, മക്കളെ നോക്കി വിളിച്ചു പറഞ്ഞ്, കുടുംബത്തിനെ നോക്കി വിളിച്ചു പറഞ്ഞ് ഇന്ന് പറഞ്ഞ എൻ്റെ ദൈവം പറഞ്ഞതല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. എൻ്റെ യേശു എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതല്ലാതെ നടക്കത്തില്ല. ഇത് പ്രവചന പുസ്തകമാ. സഫനിയാവ് പ്രവചന പുസ്തകമാ. ഹല്ലെ, പ്രവചിക്കുക. ഇന്ന് പ്രവചിക്കണോ? നല്ലത് പ്രവചിക്കണം. ഹല്ലെ, ജീവിതത്തിനെ നോക്കി നല്ലത് പ്രവചിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഭയത്തിനകത്തും നിരാശയ്ക്കകത്തും പ്രതിസന്ധിയുടെ നടുവിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവര്, വലിയ ഭാരത്തോടെ ഇരിക്കുന്നവര്, ഞാൻ പറയട്ടെ, സാമ്പത്തികമൊക്കെ ഒരു കിണറ് വറ്റുന്നത് പോലെ വറ്റിപ്പോയവരോടൊക്കെ ഞാൻ പറയട്ടെ, ഇന്ന് കർത്താവ് റെസ്റ്റോർ ചെയ്യുക, സകലതും യഥാസ്ഥാനപ്പെടുക. സെഫനിയ 3:20 പറഞ്ഞാൽ റെസ്റ്റോർ യുവർ ഫോർച്യൂൺസ്. ഹല്ലേലൂയ. യഥാസ്ഥാനപ്പെടുത്തുക, തിരിച്ചു തരുക, മടക്കി തരുക. കർത്താവ് മടക്കി തരുമ്പം ലോകം തരുന്നത് പോലല്ല. കർത്താവ് മടക്കി തരുമ്പം ഇരട്ടിയായിട്ടാണ് മടക്കി തരുന്നത്. പക്ഷെ ഇതിന്റെ ഇടയില് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി യേശുമായിട്ട് കോപ്പറേറ്റ് ചെയ്തോ? അത് ആ റോഡിൽ അല്ലെങ്കിൽ ആ പാതയില് എനിക്ക് ഇന്ന കാര്യം വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കിടന്ന ആ കുഞ്ഞിനെ എടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ എഴുന്നേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നത് പോലെയൊക്കെ ഇരിക്കുവാണോ? ഇന്ന് ആ വാശിയൊക്കെ വിട്ടേച്ച് ക്യാൻ യു കോഓപ്പറേറ്റ് വിത്ത് ഗോഡ്? ദൈവവുമായിട്ട് ഒന്ന് കോഓപ്പറേറ്റ് ചെയ്യാമോ? ദൈവവുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യാമെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ഇന്ന് ധൈര്യം ചോർന്നു പോയവരെയൊക്കെ ധൈര്യപ്പെടുത്തട്ടെ. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. സ്തോത്രം.